സഹോദരങ്ങളെ, നമ്മൾ മനുഷ്യർ വെറും നിസ്സാരന്മാർ മാത്രമാണ് കേട്ടോ. ഒരു നിമിഷം മതി എല്ലാം മാറാൻ. നമ്മൾ ഹിമാലയം കയറിയ ആളായിരിക്കാം, പക്ഷേ അടുത്ത നിമിഷം നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുകളിലോട്ട് വെക്കാൻ പറ്റിയെന്ന് വരില്ല. കാലിൻ്റെ ഒരു ഞരമ്പ് വലിഞ്ഞു പോയാൽ മതി, കാലിൻ്റെ ഒരു ഞരമ്പിനൊരു കെണിപ്പ് വന്നാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ഭയങ്കര അഹങ്കരിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തരി മണി ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം അടക്കം നമ്മൾ തൊണ്ടയിൽ കുടുങ്ങിയാണ്ടല്ലോ ചത്ത് പോകും. പിന്നെ ജീവിതമില്ല, അതോടുകൂടി കഴിഞ്ഞ ജീവിതം. അപ്പോൾ അത്രയും നിസാരമാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. നമ്മളൊന്നിനും അഹങ്കരിച്ചിട്ട് കാര്യമില്ല. കഴിയുന്ന സഹജീവികളെ കഴിയുന്നതത്ര സഹായിക്കുക. അത് ഏതു രീതിയിൽ എന്നില്ല. പിന്നെ സഹായിക്കുന്ന ചിലർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാറുണ്ട്, അത് നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അതൊരു പ്രചോദനമാണ് മറ്റുള്ളവർ കൂടി. മറ്റ് സഹായിക്കുന്ന വലം കൈ കൊണ്ട് ചെയ്യുന്ന ഒരു കൈ അറിയരുത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും, പണ്ട് പറയാറുണ്ടെങ്കിലും, സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ സത്യത്തിൽ അത് ഇരുകൈ അറിയുന്നതല്ലേ. അപ്പോൾ അവർ കൂടി അതൊരു പ്രചോദനം ഉണ്ടാവും, അവർക്ക് ബോധോദയം ഉണ്ടാവും. മനുഷ്യൻ എത്ര വിദ്യാസമ്പന്നനായാലും എത്ര അറിവുള്ളവനായാലും ബുദ്ധിക്കൊക്കെ ഒരു പരിധിയുണ്ട്, ശരീരത്തിൻ്റെ കഴിവുകൾക്കൊരു പരിധിയുണ്ട്, ശ്വാസം അയക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. നമുക്ക് അടുത്ത നിമിഷം ഒരു ശ്വാസം എടുക്കണമെങ്കിൽ അതിൽ തന്നെ സർവശക്തനായ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള, നമ്മളൊക്കെ പാത്രമായിട്ടുള്ള പ്രകൃതി ശക്തിയിൽ നമുക്ക് ആ ശക്തി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാനാവൂ. എടുത്ത ശ്വാസം വിടണമെങ്കിലും പുറത്തുള്ള ഒരു ശ്വാസം നമ്മൾ എടുക്കണമെങ്കിലും ഓരോ നിമിഷവും നമുക്ക് ദൈവം തരുന്ന വരദാനമാണ്. ഓരോ നിമിഷവും നമ്മൾ പ്രയോജനപ്പെടുത്തുക, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും ആയിത്തീരാതെ നല്ലതായിത്തീരുക. അച്ഛൻ, അമ്മ, ഗുരു, ദൈവം എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ നമ്മളുടെ അച്ഛനെയും അമ്മയെയും അനിയത്തിയോ സഹോദരങ്ങളെ സഹായിച്ച്, ഭാര്യമാരെ, കുട്ടികളെ സഹായിച്ച് സംരക്ഷിച്ച്, അതിനുശേഷം മറ്റുള്ളവരെ സഹായിക്കുക. മറ്റേ നേരിട്ട് സുഹൃത്തുക്കളിലേക്ക് പോയിട്ട് എല്ലാതും സുഹൃത്തുക്കളിലേക്കുന്ന ചിലരുണ്ട്, അവരാണ് തെറ്റുപറ്റിപ്പോകുന്നവർ. അതുകൊണ്ട് അത് മാത്രം പാടില്ല. മറ്റുള്ളവരുടെ ഉപദേശമല്ല, അച്ഛൻ്റെ അമ്മേൻ്റെ ഉപദേശമാണ് നേടേണ്ടത്. ഗുരുവിൻ്റെ മക്കളോട് ചോദിക്കുക അഭിപ്രായം, ഭാര്യയോട് ചോദിക്കുക അഭിപ്രായം. ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോട് അവരുടേതായ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. സ്നേഹപൂർവ്വം.